ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമയെ കുറിച്ചിട്ട് അധികമൊന്നും അറിയാതെയാണ് ഞാൻ ഈ മൂവിയിലേക്ക് എത്തുന്നത്. അതിന്റെ ട്രെയിലർ പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിലിപ്പോ എന്താ ഉള്ളത്, സാധാരണ ഒരു പ്രണയകഥ. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴാണ്, ഞാൻ അധികമൊന്നും പറയുന്നില്ല, കാരണം ഒന്നും അറിയാതെ തന്നെ ഇത് കാണുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായിക ഐറിസ്, അവള് ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടക്കുമായിരുന്നു. പെട്ടെന്നാണ് അവൾ അവനെ കാണുന്നത്. ജോഷ്, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അവനെ കണ്ട പാടെ തന്നെ നമ്മുടെ ഐറിസ് ഫ്ലാറ്റ് ചെക്കൻ ചുള്ളനാണ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജോഷിന്റെ മനസ്സിലും. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകൊച്ച്, എങ്ങനെയെങ്കിലും ഇവളെ വളച്ചെടുക്കണം. അങ്ങനെ ഇവര് രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ജോഷ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓറഞ്ച് എടുക്കും. പക്ഷേ പൊത്തോന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഓറഞ്ചും നിലത്തേക്ക് വീഴും. ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ ഐറിസ് ചിരിക്കാൻ തുടങ്ങി. അപ്പോ ജോഷിന് കാര്യം മനസ്സിലായി, പുള്ളിക്കാരി വളഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇവര് രണ്ടുപേരും പരസ്പരം പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഐറിസും ജോഷും കാറിലൂടെ എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. അവർ തമ്മിൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഐറിസ് കാറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ എഴുന്നേറ്റിട്ട് ജോഷിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറിച്ചിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട്, ആ ഒരു കാര്യമെന്ന്. അത് കേട്ടിട്ട് ജോഷും പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഓറഞ്ച്, അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ എത്തിയില്ലേന്നൊക്കെ. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു ലേക്ക് ഹൗസിലേക്കായിരുന്നു. ചുറ്റും കാട് നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്, അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ലേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഐറിസിനെ ആകെ എന്തോ ഒരു പന്തികേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ ജോഷ് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താടി നിനക്ക് പറ്റിയേ, നീ എന്താ വരുന്നില്ലേ, ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? വാ, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ജോഷ്, എനിക്ക് എന്തോ ഒരു വല്ലായ്ക പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ നിന്റെ ഫ്രണ്ട്സിന് അവർക്ക് എന്നെ ഇഷ്ടാവോ? എടി, നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? നീ ഒരു പാവല്ലേ? അതല്ല ജോഷ്, കാറ്റിന് എന്നെ ഇഷ്ടാവോ? അവൾ എന്തായാലും എന്നെ വെറുക്കും. അത് കേട്ടിട്ട് ജോഷ് പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യാക്കണ്ട കാറ്റ്, അവൾ അങ്ങനെ തന്നെയല്ലേ, അവൾ എല്ലാവരോടും അങ്ങനെ മാത്രമേ പെരുമാറൂ. മാത്രമല്ല നമ്മൾ ഈ ട്രിപ്പ് എത്ര മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്തതാ. ഇവിടെ വരെ വന്നിട്ട് നീ ആ വീട്ടിനുള്ളിലേക്ക് ഒന്ന് കയറുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഷെയിമായി പോകും. അങ്ങനെ ജോഷ് കുറെ കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ ഐറിസിനെ ആ ലേക്ക് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അവിടെ നമ്മുടെ ജോഷിന്റെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന കാറ്റും പിന്നെ അവളുടെ ബോയ് ഫ്രണ്ടായ സെർഗിയും ഉണ്ടായിരുന്നു. ഈ ലേക്ക് ഹൗസ് സെർഗിയുടെ ആയിരുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല റിച്ച് ആണ്. അതുപോലെ തന്നെ ജോഷിന്റെ മറ്റു ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന എലിയും പാട്രിക്കും ഉണ്ടായിരുന്നു. ഈ എലിയും പാട്രിക്കും ഗേ കപ്പിളായിരുന്നു. അങ്ങനെ നമ്മുടെ ജോഷ് ഐറിസിനെ അവർക്ക് എല്ലാവർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാറ്റിനാണെങ്കിൽ ഐറിസിനെ അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് എന്തോ ഐറിസിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കൂടാതെ ഈ കാറ്റിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന സെർഗി ഉണ്ടല്ലോ, അവന് നമ്മുടെ ഐറിസിന് ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു. ഐറിസിനാണെങ്കിൽ ഇങ്ങേരുടെ ഈ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ കാര്യം പിടികിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം സെർഗിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ആയപ്പോഴും ഇവരെല്ലാവരും ചേർന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ടേബിളിന് ചുറ്റി ഇരിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ പാട്രിക് പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു പാർട്ടിയിൽ ഞാനിങ്ങനെ ഒരു ഡ്രാക്കുളയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ആ പാർട്ടിയിലുള്ള ആരെയും തന്നെ പരിചയം ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാന്നുള്ള അവസ്ഥയില് അവിടെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടേബിളിന്റെ അടുത്ത് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആരോ ഒരാള് പുറകിൽ നിന്നും എന്റെ ഷോൾഡറിൽ തട്ടിട്ട് വിളിക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് ആരാപ്പ എന്നെ വിളിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഗ്രീൻ പഫി ഡൈനോസർ അത് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എടോ താൻ എന്റെ വാലിൽ ചവിട്ടിട്ടാ നിൽക്കുന്നത്. നോക്കുമ്പോഴേക്കും ഞാൻ ആ ഡൈനോസറിന്റെ വാലിൽ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അപ്പോൾ തന്നെ ആ ഡൈനോസർ അതിന്റെ ഹെഡ് ഊരി മാറ്റി. അപ്പോഴായിരുന്നു ഞാൻ ഈ ലോകത്ത് വെച്ച് ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യൻ, എന്റെ എലി. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതും പ്രണയത്തിലാകുന്നതും. കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് മാത്രമേ ആ ഫീൽ ഫുള്ളായിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതെനിക്ക് അത്രയ്ക്ക് പ്രഷ്യസ് ആണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഐറിസ് പറയുന്നുണ്ട്, എനിക്കറിയാം ആ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ഒരു ദിവസം നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു സ്ട്രേഞ്ചറെ കാണുന്നു, പരസ്പരം നമ്മുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നു, പിന്നീട് അങ്ങോട്ട് ആ സ്ട്രേഞ്ചറാണ് തന്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം. നമ്മുടെ ഐറിസ് ആണെങ്കിൽ ആദ്യമായിട്ട് ജോഷിനെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് അപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു സൂപ്പർ മാർക്കറ്റും ഓറഞ്ചും ജോഷിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ചിരിയും
എല്ലാം. ഐറിസിന് ജോഷിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഐറിസും കാറ്റും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോ ഐറിസ് കാറ്റിനോട് ചോദിക്കുന്നുണ്ട് സെർഗിയന് ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്ന്. അപ്പോൾ കാറ്റ് പറയുന്നത് സെർഗിയന് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്താ ഉള്ളത്, അയാൾ ഭയങ്കര റിച്ച് ആണ്, മാത്രമല്ല ഇന്റലിജന്റ് ആണ്, കൂടാതെ അങ്ങേർക്ക് നല്ലൊരു വൈഫിനെയും കൂടി കിട്ടിയിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് അത്ഭുതത്തോടെ നമ്മുടെ ഐറിസ് ചോദിക്കുന്നുണ്ട് അപ്പോ സെർഗി മാരീഡ് ആണോ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ കാറ്റ് പറയുന്നുണ്ട് സ്നേഹോ, അതും സെർഗിക്ക്. അങ്ങേർക്ക് ഞാൻ വെറും ഒരു ആക്സസറി ആണ്, അയാൾക്ക് കാറും ഈ വീടും ഒക്കെ പോലെ ജസ്റ്റ് ഒരു ആക്സസറി മാത്രമാണ് ഞാൻ. അപ്പോ ഐറിസ് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, എന്നോട് ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ല, മാത്രല്ല നിനക്ക് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേന്ന്. അപ്പോൾ കാറ്റ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു ഫീൽ നീ എനിക്ക് പകരക്കാരിയാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഐറിസ് കാറ്റിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് കാറ്റ് നിനക്ക് പകരക്കാരിയാവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല, മാത്രമല്ല ആർക്കും കാറ്റിന് പകരമാകാൻ സാധിക്കില്ല. അങ്ങനെ അവരെല്ലാവരും ഒരു സോങ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജോഷും ഈ കാറ്റും ഇങ്ങനെ പെയറായിട്ട് ഡാൻസ് ചെയ്യുന്നത് ഐറിസ് കാണുന്നത്. ഐറിസ് ആണെങ്കിൽ ജോഷിന്റെ കാര്യത്തിൽ നല്ല പൊസസീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐറിസ് പെട്ടെന്ന് തന്നെ ജോഷിനെ ഈ കാറ്റിന്റെ അടുത്ത് നിന്ന് മാറ്റാനായിട്ട് ജോഷിനെ വിളിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും ഡാൻസ് ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ജോഷും ഐറിസും തമ്മിൽ ഒരു സെക്ഷൽ റിലേഷനിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോഷ് അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ഐറിസ് പറയുന്നുണ്ട് നേരത്തെ ഞാൻ എന്തെങ്കിലും വീടായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, നിന്നെ ഹാപ്പി ആയിട്ട് കാണണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ. നമ്മുടെ ജോഷ് ആണെങ്കിൽ ഉറക്കം തൂങ്ങി കിടക്കുമായിരുന്നു. അവൻ അവളോട് പറയുന്നുണ്ട് ഐറിസ് മതിയാക്കിയിട്ട് കിടന്നുറങ്ങുന്നു. അത് കേട്ടതിന് ശേഷം പിന്നെ ഐറിസ് ഒന്നും മിണ്ടുന്നില്ല, അവൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഐറിസ് ആണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അവള് ജോഷിനോട് പറയുന്നുണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണെന്ന്. അപ്പോ ജോഷ് അവളോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലൈമറ്റിന്റെ അവസ്ഥ എന്തായെന്ന്. അത് കേട്ടിട്ട് ഐറിസ് പറയുന്നത് ഇന്നത്തെ വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 72 ഡിഗ്രി ചൂടാണുള്ളത്, മാത്രമല്ല ഈവനിങ്ങിലെ ഒരു 83% മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഐറിസ് നമ്മുടെ ജോഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നമുക്ക് ആ ലേക്കിനടുത്തേക്ക് പോയാലോ, ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പൊ ജോഷ് അവളോട് പറയുന്നത് ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിരുന്നു, അതിന്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്, ഒരു കാര്യം ചെയ്യും നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. അപ്പൊ ഐറിസ് ചോദിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, നീ ഒന്ന് കുളിച്ചിട്ട് പറ്റുമെങ്കിൽ എന്റെ കൂടെ വാന്ന് പറയും. പക്ഷെ നമ്മുടെ ജോഷ് ഈ ഐറിസിനെ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് വിടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഐറിസ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ ആ ഒരു സമയത്ത് ഈ ജോഷ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൻഡ്രൈവ് പോലത്തെ എന്തോ ഒരു സംഭവം എടുത്തിട്ട് അവന്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അവന്റെ ഫോണിലായിട്ട് എന്തൊക്കെയോ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഐറിസ് ആ ലേക്കിനടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഐറിസ് നിൽക്കുമ്പോഴായിരുന്നു അവളുടെ ഷോർട്സിന്റെ പോക്കറ്റിലായിട്ട് എന്തോന്ന് തടയുന്നത്. അവൾ അത് എന്തായെന്ന് നോക്കുമ്പോഴേക്കും അതൊരു കത്തിയായിരുന്നു. അല്ല ഇതാരാ എന്റെ ഷോർട്സിൽ ഇങ്ങനെ ഒരു കത്തി വെച്ചതെന്ന് നമ്മുടെ ഐറിസ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ സെർഗി അങ്ങോട്ടേക്ക് എത്തുന്നത്. സെർഗി വന്നത് കണ്ടിട്ട് ഐറിസ് ആ കത്തി അങ്ങനെ കാണാതെ അവളുടെ ഷോർട്സിലേക്ക് തന്നെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഐറിസിന് സെർഗി അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അവള് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സെർഗി അവളോട് ചോദിക്കുന്നുണ്ട് അല്ല നീ പോവുകയാണോ, കുറച്ചു നേരം ഇവിടെ നിന്നൂടെ, എനിക്കൊന്ന് കമ്പനിക്ക് തന്നൂടെ എന്ന്. ഇല്ല ജോഷിന് വയ്യ എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് അവൻ എന്തായെന്ന് നോക്കട്ടെ എന്ന് ഇവള് പറയും. ജോഷി ചെറിയ കുട്ടിയെന്നല്ലോ, അവന്റെ കാര്യം നോക്കാൻ അവൻ അറിയില്ലേ, നീ എനിക്കൊരു കമ്പനി താടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെർഗി നിർബന്ധിച്ചിട്ട് ഐറിസിനെ അവിടെ ഇരുത്തുന്നുണ്ട്. ഐറിസിനാണെങ്കിൽ സെർഗിയുടെ അടുത്തിരിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് ആയിരുന്നില്ല, പക്ഷേ ഗതികേട് കൊണ്ട് ഐറിസ് അവിടെ ഇരിക്കുന്നെന്ന് മാത്രം. അപ്പോഴാണ് സെർഗി ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് നമ്മുടെ ഐറിസിന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ ഇതെന്റെ ഷോൾഡറിലും മുതുകത്തൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി മനസ്സില്ലാ മനസ്സോടെ ആ സൺസ്ക്രീൻ വാങ്ങിയിട്ട് സെർഗിയുടെ ദേഹത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു ഈ സെർഗി ഉണ്ടല്ലോ അവൻ നമ്മുടെ ഐറിസിനെ കയറി പിടിക്കുന്നത്. നമ്മുടെ ഐറിസ് ആണെങ്കിൽ ആകെ ഷോക്കായി പോയി. അവൾ അയാളോട് പറയുന്നുണ്ട് എടാ പന്ന കിളവ എന്നെ വിടടോന്നൊക്കെ. പക്ഷെ അങ്ങേരാണെങ്കിൽ അതൊന്നും തന്നെ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഈ ജോഷും കാറ്റും എലിയും പാട്രിക്കും അവരെല്ലാവരും ചേർന്നിട്ട് ആ ലേക്ക് ഹൗസിൽ ഇരുന്നിട്ട് ഇന്നലത്തെ വെള്ളടി പാർട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് കയ്യിലൊരു കത്തിയും പിടിച്ചിട്ട് ദേഹം മൊത്തം ബ്ലഡുമായിട്ട് നമ്മുടെ ഐറിസ് കടന്നു വരുന്നത്. അവളെ കണ്ടപ്പോ തന്നെ എല്ലാവരും ഞെട്ടി. ജോഷ് എഴുന്നേറ്റിട്ട് അല്ല ഐറിസ് എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐറിസ് പറയുന്നുണ്ട് ഞാൻ അവനോട് എന്നെ വിടാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അവൻ കൂട്ടാക്കിയില്ല, അവസാനം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലാന്നൊക്കെ. ഇത് കേട്ട ജോഷ് അവളോട് ചോദിക്കുന്നുണ്ട് ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തത്, സെർഗിയാണോന്ന്. അപ്പൊ തന്നെ കാറ്റ് അയ്യോ എന്റെ സെർഗി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജോഷ് അവളോട്
വീണ്ടും ചോദിച്ചു, എന്താ ഐറിസ്, എന്താ സംഭവിച്ചതെന്ന് പറ. അപ്പോഴാണ് ഐറിസ് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത്. സെർഗി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഐറിസ് അവനെ പിടിച്ചു തള്ളി. എന്നാൽ സെർഗി ചെന്ന് വീണിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളിലായിരുന്നു. ആ കല്ല് നമ്മുടെ സെർഗിയുടെ തലയിൽ ഇടിക്കുന്നുണ്ട്. എന്നാൽ സെർഗിക്ക് അപ്പോഴും ബോധം ഉണ്ടായിരുന്നു. അവൻ ഐറിസിന്റെ മുഖത്തടിച്ചിട്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്വാസം കിട്ടാതെ നമ്മുടെ ഐറിസ് അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു കത്തി എടുത്തിട്ട് സെർഗിയുടെ കഴുത്തിലായിട്ട് കുത്തിയിറക്കി. എന്നിട്ട് ഐറിസ് ജോഷിനോട് പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല, ഞാൻ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്റെ കഴുത്തിലായിട്ട് ഞെരിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് വേദനിച്ചു എന്നൊക്കെ. ഐറിസിന്റെ കൺട്രോൾ തെറ്റുകയാണെന്ന് മനസ്സിലാക്കിയ ജോഷ് അപ്പൊ തന്നെ അവളോട് പറയും, ഐറിസ് സ്റ്റോപ്പ്, ഗോ ടു സ്ലീപ്പ്. അത് കേട്ടതും ഐറിസിന് പിന്നെ അനക്കമുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ആ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല. ഒരു പാവയെ പോലെ ഐറിസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഈ പാട്രിക് നമ്മുടെ ഐറിസിനെ ഒരു ചെയറിലായിട്ട് കെട്ടിവെക്കുന്നതാണ്. അതിനടുത്ത് തന്നെ ജോഷും നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴങ്ങോട്ടേക്ക് എലി വന്നിട്ട് ജോഷിനോട് ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന്. അപ്പൊ ജോഷ് പറയും, ഇനി ചെയ്യാനൊന്നുമില്ല, നീ പോലീസിനെ വിളിക്കുക, നമുക്ക് എന്തായാലും ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറയാം. അത് കേട്ടിട്ട് എലി പോലീസിനെ വിളിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോഷ് അവനോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് കോൾ ചെയ്യും, എനിക്ക് അവസാനമായിട്ട് ഇവളോടൊരു യാത്ര പറയണമെന്ന്. അങ്ങനെ ഈ ജോഷ് ഈ കെട്ടിയിട്ടിരിക്കുന്ന ഐറിസിന്റെ ഫ്രണ്ടിലായിട്ട് മറ്റൊരു ചെയർ ഇട്ടിട്ട് ഇരുന്നിട്ട് പറയാൻ തുടങ്ങും, ഐറിസ് വേക്കപ്പ്. അത് കേട്ടപാടെ തന്നെ ഐറിസ് ഉണർന്നിട്ട് പഴയ സ്ഥിതിയിലേക്ക് ആവുന്നുണ്ട്. മാത്രമല്ല അവളാണെങ്കിൽ ആകെ പാനിക്കായിട്ട് ബഹളം വെക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോ ജോഷ് അവളോട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ലാന്ന്. പക്ഷേ അപ്പോഴാണ് ഐറിസ് അവളെ കെട്ടിവെച്ചേക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ട ഐറിസ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ കെട്ടിവെച്ചേക്കുന്നേന്ന്. അപ്പോൾ ജോഷ് പറയും, നീ ഒരു കൊലപാതകയാണ്, നീ സെർഗിനെ കൊന്നു, ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല, ഞങ്ങൾ എന്തായാലും പോലീസിന് ഇൻഫോം ചെയ്യാൻ പോവുകയാണെന്ന്. ഇല്ല ജോഷ്, ഞാനൊരു കൊലപാതകയല്ല, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു, അത് സെൽഫ് ഡിഫെൻസ് മാത്രമായിരുന്നു. അത് കേട്ട് ജോഷ് പറയും, ഐറിസ് എനിക്ക് നിന്നെ വിശ്വാസമാണ്, കാരണം നിനക്കൊരിക്കലും നുണ പറയാൻ സാധിക്കില്ല. നിന്റെ പ്രോഗ്രാമിംഗ് അത് അങ്ങനെയാണ്, നിനക്ക് വേണമെന്ന് കരുതിയാലും നുണ പറയാൻ പറ്റില്ല. അത് കേട്ടിട്ട് ഐറിസ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പറയുന്നത്, പ്രോഗ്രാമിങ്ങോ, എന്താ, എനിക്ക് മനസ്സിലായില്ല. ഐറിസ്, നീ ഒരു റോബോട്ടാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പാനിയൻ റോബോട്ട്. ജോഷ്, നീ ഇത് എന്താണ് ഈ പറയുന്നത്, ഞാനൊരു കമ്പാനിയൻ റോബോട്ടാണെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. ഐറിസ്, നീ ഒരു ഇമോഷണൽ സപ്പോർട്ട് റോബോട്ടാണ്, നിനക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. ജോഷ്, നീ ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അപ്പോൾ തന്നെ ജോഷ് ഐറിസിനോട് ചോദിക്കുന്നുണ്ട്, ഐറിസ് ഇന്നത്തെ വെതർ എന്താണ്? അപ്പോൾ തന്നെ ഐറിസ് അന്നത്തെ കറക്റ്റ് ആയിട്ടുള്ള വെതറിന്റെ ഇൻഫോർമേഷൻസ് ജോഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ജോഷ് വീണ്ടും പറയും, നിനക്ക് ഇംഗ്ലീഷ് അല്ലാതെ മറ്റുള്ള ഫോറിൻ ലാംഗ്വേജസും സംസാരിക്കാൻ സാധിക്കും. എന്നിട്ട് ജോഷ് അവന്റെ ഫോൺ എടുത്തിട്ട് അതിലെ സെറ്റിംഗ്സിൽ നിന്നും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് മാറ്റിയിട്ട് സ്പാനിഷും ചൈനീസും പോർച്ചുഗീസും കൊറിയനും അങ്ങനെ ഒരുപാട് ലാംഗ്വേജസും മാറ്റി മാറ്റി സെറ്റ് ചെയ്യും. അതെല്ലാം തന്നെ നമ്മുടെ ഐറിസ് സംസാരിക്കുന്നുമുണ്ടായിരുന്നു. എന്നിട്ട് ഐറിസ് ജോഷിനോട് ചോദിക്കും, അല്ല ഞാൻ റോബോട്ടാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മെമ്മറി ഉണ്ടാവുക? നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ എന്നെ ചുമ്മാ പറ്റിക്കാൻ പറയല്ലേ, ഞാൻ റോബോട്ടൊന്നും അല്ല. അപ്പോ ജോഷ് അവളോട് പറയും, അങ്ങനെ ഒരു കാര്യം തന്നെ സംഭവിച്ചിട്ടില്ല, അതെല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു. ഞാനുമായിട്ട് നിനക്കൊരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യും. അത് എവിടെ വെച്ച് വേണമെങ്കിലും ആകാം, പാർക്കിലോ ബുക്ക് സ്റ്റോറിലോ സൂപ്പർ മാർക്കറ്റിലോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഈ സൂപ്പർ മാർക്കറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും ഞാൻ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടാണെന്ന് നിനക്കറിയണോ? അത്രയും കാണിച്ചിട്ട് ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. കുറച്ച് ആൾക്കാർ നമ്മുടെ ഐറിസിനെയും കൊണ്ട് ജോഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അതിലൊരാള് നമ്മുടെ ജോഷിന് ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ട് പറയും, ഇത് യൂസർ എഗ്രിമെന്റ് ആണ്, ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഇതിൽ സൈൻ ചെയ്യുന്നു. ജോഷ് അതെല്ലാം തന്നെ വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തിട്ട് അങ്ങേരോട് ചോദിക്കും, അല്ല ഇവളെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോ അയാൾ ജോഷിനോട് പറയും, അവളെ നിങ്ങളുടെ ഫോണുമായിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. നീയുമായിട്ട് അവൾക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജോഷ് അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവര് റോബോട്ടാണെന്ന് അറിയാമോ? ഇല്ല, അവര് റോബോട്ടാണെന്ന് സ്വയം തിരിച്ചറിവില്ല. മാത്രമല്ല നിനക്ക് നിന്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അവളുടെ വോയിസ് മാറ്റാം, ഐ കളർ ചേഞ്ച് ചെയ്യാം, അവളുടെ ഇന്റലിജൻസ് ചേഞ്ച് ചെയ്യാം. കൂടാതെ എപ്പോഴെങ്കിലും നിനക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യണമെങ്കിൽ അവളുടെ റൈറ്റ് ഇയറിന്റെ താഴെയായിട്ട് ഒരു ബട്ടൺ ഉണ്ടാകും. അതൊരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവളെല്ലാം തന്നെ എറേസ് ചെയ്തിട്ട് റീസെറ്റ് ആയിക്കോളും. കൂടാതെ നിനക്ക് വേണ്ടതെല്ലാം തന്നെ അവൾ ചെയ്തു തരും. അങ്ങനെ ജോഷ് ഐറിസിനെ അവന്റെ ഫോണുമായിട്ട് സിങ്ക് ചെയ്തിട്ട് അവളുമായിട്ട് ഒരു ലവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റും ഓറഞ്ചും അവരുടെ ഫസ്റ്റ് മീറ്റും എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും കാണിക്കുന്നത് പ്രസന്റ് ആണ്. ജോഷ് ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഐറിസ് ആണെങ്കിൽ ഒരു ഞെട്ടലോട് ഇതൊക്കെ കേട്ടിരിപ്പുണ്ടായിരുന്നു. അല്ല ജോഷ്, അതിങ്ങനെ
ശരിയാകും. എനിക്ക് ദേഷ്യവും സങ്കടവും ഈവൻ വേദന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഐറിസ്, അതെല്ലാം തന്നെ പ്രോഗ്രാമിംഗ് ആണ്. ഈവൻ നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീര് പോലും അത് വെറും വെള്ളം മാത്രമാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഐറിസ് പറയും, ഓക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ റിയൽ അല്ല, എന്നാലും എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാം. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ജോഷ് പറയുന്നത്, ഇല്ല ഐറിസ്, ഇനി അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അവള് വന്നിട്ട് പറയും, ജോഷ് നീ ഇത് എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അവളെ ഷട്ട് ഡൗൺ ചെയ്തേക്ക്. ഇത് കേട്ടിട്ട് നമ്മുടെ ഐറിസ് ഒന്നുകൂടി പാനിക് ആവും. അവളാകെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോഷ് പറയും, കാറ്റ് നീ ഇത് എന്താണ് ചെയ്യുന്നത്? നീ ഇങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാറ്റിനെയും കൂട്ടിയിട്ട് ജോഷ് റൂമിലേക്ക് പോകും. അങ്ങനെ കാറ്റ് ജോഷിനോട് പറയും, അല്ല നീ ഇത് എന്താ ചെയ്യുന്നത്? ഈ കാര്യം നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതല്ലേ? അപ്പൊ ജോഷ് പറയും, ശരിയാണ്, പ്ലാനിലില്ല, എന്നാലും നമുക്ക് വേണ്ടിയിട്ട് അവൾ ഇത്രയ്ക്കൊക്കെ ചെയ്തതല്ലേ, ആ ഒരു കൺസിഡറേഷൻ അവൾക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് അവളോടൊന്ന് ഗുഡ് ബൈ പറയാൻ പോയതാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കാറ്റിനാണെങ്കിൽ നല്ല ദേഷ്യം വരും. അവൾ അവനോട് പറയും, ഐറിസ് അത് വേറൊരു പ്ലാസ്റ്റിക് ആണ്, നീ അതൊന്നും മനസ്സിലാക്കണം. സംഭവം നമ്മുടെ കാറ്റും ജോഷും കൂടിയിട്ട് ഐറിസിനെ യൂസ് ചെയ്തിട്ട് ഈ സെർഗിനെ കൊലപ്പെടുത്തിയിട്ട് അവന്റെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് കടന്നു കളയാനുള്ള പ്ലാൻ ആയിരുന്നു. ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാറ്റും കൂടിയാണ്. അങ്ങനെ സെർഗി മരിച്ചതിന്റെ സന്തോഷത്തിൽ ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഐറിസ് ആണെങ്കിൽ ഇവളുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു കത്തി യൂസ് ചെയ്തിട്ട് അവളെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ കയറ് മുറിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റ് പറഞ്ഞതനുസരിച്ചിട്ട് ജോഷ് അവളെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫോണും കൊണ്ട് ഐറിസിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവളിങ്ങനെ കെട്ടുമുറിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഐറിസ് ആ കയറ് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജോഷ് തന്നെ പിടികൂടുന്നു മനസ്സിലാക്കിയതുകൊണ്ട് അവള് ആ കത്തി യൂസ് ചെയ്തിട്ട് അവന്റെ കഴുത്തിലായിട്ട് ഒരു മുറിവേൽപ്പിക്കുന്നുണ്ട്. കൂടാതെ ഐറിസ് അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് പോകുമ്പോൾ ഈ ജോഷിന്റെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതും എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ എലിയും ഈ പാട്രിക്കും കൂടിയിട്ട് പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പാട്രിക് ആണെങ്കിൽ ഈ ഐറിസ് രക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. അവനത് എലിയോട് പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും എലി അവനോട് മിണ്ടാതിരിക്കും, ഞാൻ കോളിലാണെന്ന് പറയും. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എലിയോട് ജോഷും കാറ്റും ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ്. ഈ എലി ഉണ്ടല്ലോ അവൻ ഈ ജോഷിന്റെയും കാറ്റിന്റെയും പ്ലാനിൽ ഇല്ലാത്തതാണ്. അവൻ ഈ കാറ്റും ജോഷും കൂടിയിട്ട് സെർഗിയെ കൊന്നതാണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എലി ജോഷിനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഐറിസിനെ കൊണ്ട് അവനെ കൊല ചെയ്യിപ്പിച്ചത്? നീ എന്ത് സെറ്റിംഗ്സ് ആണ് അവളിൽ ചെയ്തു വെച്ചേന്നൊക്കെ. അപ്പൊ ഈ ജോഷ് പറയും, അവളുടെ അഗ്രഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് അതൊന്ന് കൂട്ടിക്കൊടുത്തു. മാത്രമല്ല അവളുടെ ആ ഷോർട്സിലായിട്ട് ആ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നതും ഇവര് തന്നെയാണ്. ഐറിസ് സെർഗിനെ കൊന്നതിന് ശേഷം അവളുടെ മെമ്മറി എല്ലാം എറേസ് ചെയ്തിട്ട് അവളെ റീസെറ്റ് ചെയ്ത് വെക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്നാൽ അതിനു മുൻപേ തന്നെ നമ്മുടെ ഐറിസ് അവിടെ നിന്നും കടന്നു കളഞ്ഞല്ലോ. അതുകൊണ്ട് ഇവരുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. എന്നിട്ട് എലി അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനായിരുന്നു ഈ സെർഗിനെ കൊന്നത്? അപ്പോഴാണ് നമ്മുടെ കാറ്റ് പറയുന്നത്, അവന് നല്ല പൂത്ത പൈസ ഉണ്ടായിരുന്നു, നമുക്കതെല്ലാം കൂട്ടിയിട്ട് അടിച്ചു മാറ്റാം. അപ്പോൾ വീണ്ടും എലി ചോദിക്കുന്നുണ്ട്, പക്ഷേ അതിന് എന്നെയും പാട്രിക്കിനെയും നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്തത്? ഞങ്ങൾ ഈ പ്ലാനിൽ ഇല്ലാത്തതല്ലേ? അപ്പോൾ വീണ്ടും ജോഷ് പറയുന്നുണ്ട്, നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലീസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാകും, കാരണം നിങ്ങൾ ഇതിന്റെ വിറ്റ്നസ് ആണല്ലോ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ഇനി വിറ്റ്നസ് ആയിട്ട് കൂട്ടാൻ സാധിക്കില്ല, നിങ്ങളെ ഈ പ്ലാനിന്റെ ഭാഗമായിട്ട് മാറ്റും. നമുക്ക് ഈ ക്യാഷ് എല്ലാം തന്നെ 3 ഡിവൈഡ് ചെയ്യാമെന്ന് ജോഷു പറയും. അത് കേട്ടിട്ട് എലി ചോദിക്കും, അല്ല 3 അതെന്താണ് ഈ 3ന്റെ കണക്ക്? നമ്മൾ 4 പേരില്ലേ, ഞാൻ, നീ, കാറ്റ് ആൻഡ് പാട്രിക്. അപ്പോൾ ജോഷു അവനോട് പറയുന്നുണ്ട്, പാട്രിക്കിനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ എലി അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ പാട്രിക്കിനെ ഇതിൽ ഉൾപ്പെടുത്താത്തെ? എലി, പാട്രിക്കിനെ ഇതിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ എലിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ജോഷിന്റെ അടുത്ത് പോയിട്ട് ചൂടാകുന്നുണ്ട്. എന്നിട്ട് ഈ പാട്രിക്കിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് പോയിട്ട് എലി പറയും, പാട്രിക് ഗോ ടു സ്ലീപ്പ്. സംഭവം നമ്മുടെ പാട്രിക്കും ഒരു കമ്പാനിയൻ റോബോട്ട് ആയിരുന്നു. അങ്ങനെ നമ്മുടെ എലിയും ജോഷും കൂട്ടിയിട്ട് അവിടെ നിന്ന് വഴക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ കാറ്റ് എലിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നിനക്ക് എത്ര ക്യാഷ് ആണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയാവോ, നീ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കുക എന്നൊക്കെ അവള് പറയും. അങ്ങനെ കാറ്റ് കുറെ പ്രാവശ്യം പറഞ്ഞിട്ട് എലി ആ ഒരു ഡീലിന് ഓക്കെ പറയുന്നുണ്ട്. ജോഷ് അവനോട് പറയുന്നത്, നീയും പാട്രിക്കും കൂടി പോയിട്ട് ഐറിസിനെ കണ്ടെത്തിയിട്ട് കൊണ്ടുപോവാ. പോലീസ് വരുന്നതിന് മുൻപേ തന്നെ അവളെ കണ്ടെത്തിയിട്ട് അവളുടെ മെമ്മറി എല്ലാം തന്നെ എറേസ് ചെയ്തിട്ട് അവളെ റീസെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എലി അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോൺ അവള് കൊണ്ടുപോയില്ലേ, അതിന്റെ പാസ്വേഡ് അവൾക്ക് അറിയാമോ എന്ന്. അപ്പോൾ ജോഷ് പറയുന്നുണ്ട്, യെസ്, എന്നെ കുറിച്ചിട്ടുള്ള എല്ലാം അവൾക്കറിയാം. അതേസമയം തന്നെ നമ്മുടെ ഐറിസ് ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ ഈ ജോഷിന്റെ ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ഈ ഐറിസിന്റെ സെറ്റിംഗ്സ് എല്ലാം തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ അവൾക്ക് അവളുടെ ഐ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റലിജൻസ് കൂട്ടി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. നമ്മുടെ ഐറിസ്
അവളുടെ ഇന്റലിജൻസ് 100% ആയിട്ട് കൂട്ടിവെക്കും. എന്നിട്ട് അവള് അവിടെ നിന്നും എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്നും നടന്നിട്ട് അവള് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവൾ എത്തുന്നതിന് മുൻപേ തന്നെ ജോഷ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ജോഷ് അവളെ പിടികൂടുകയും ചെയ്യും, അവളെ റീസെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇനി റോഡ് സൈഡിലേക്ക് പോയിട്ട് ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിക്കാന്ന് വെച്ചാൽ അവളുടെ ദേഹത്ത് മൊത്തം രക്തമാണ്. അതുകൊണ്ട് തന്നെ ആരും ലിഫ്റ്റ് കൊടുക്കുകയുമില്ല. ചിലപ്പോൾ പോലീസിൽ ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു കരുതിയിട്ട് നമ്മുടെ ഐറിസ് അവിടെ നിൽക്കുമ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. അവളുടെ കയ്യിൽ ഈ ജോഷിന്റെ ഫോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവന് ഐറിസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ അത് വെച്ചിട്ട് ജോഷിന്റെ കാർ കൂടി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ജോഷും കാറ്റും ആരും കാണാതെ പെട്ടെന്ന് തന്നെ ആ ലേക്ക് ഹൗസിലേക്ക് പോയിട്ട് ജോഷിന്റെ കാറും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഈ ഐറിസിന്റെ സംഭവങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യാമെന്ന് നമ്മുടെ ഐറിസ് പ്ലാൻ ചെയ്യും. അങ്ങനെ അവള് ഈ ലേക്ക് ഹൗസിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിട്ട് നടക്കുകയായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ജോഷും കാറ്റും പാട്രിക്കും എലിയും എല്ലാവരും കൂട്ടിയിട്ട് ആ കാട്ടിലേക്ക് ഐറിസിനെ തപ്പി വന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഐറിസിനെ തപ്പാൻ തുടങ്ങി. അങ്ങനെ ഈ ഐറിസ് ഈ ലേക്ക് ഹൗസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ എലിനെയും പാട്രിക്കിനെയും കാണുന്നുണ്ട്. പക്ഷെ അവര് ഐറിസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐറിസ് അവിടെ ഒരു മരത്തിന്റെ മറവിലായിട്ട് ഒളിച്ചു നിൽക്കും. അവൾ അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പാട്രിക് എലിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും വിഷമമുണ്ടല്ലേ ജോഷും കാറ്റും നിന്നെ ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട്? അപ്പോൾ എലി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാല് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെയും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ പ്രോഗ്രാമിംഗ് എല്ലാം തന്നെ ഓൾട്ടർ ചെയ്തിട്ട് ഒരാളെ കൊന്നിട്ട് അയാളുടെ പൈസ മൊത്തം അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്റെ ഫ്രണ്ട്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഫ്രണ്ട്സ് ആയാൽ ചെയ്യാറ്. ഇതിപ്പോ ഇവരിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നതെല്ലാം തന്നെ നീ റോബോട്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ പാട്രിക് എലിനോട് പറയും, എലി ഞാൻ റോബോട്ടാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ആ കാര്യം എനിക്ക് മുൻപേ അറിയാമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, നീ ഒരു കുട്ടി ഡൈനോസറിന്റെ വേഷം ഇട്ടിട്ടും ഞാനൊരു ഡ്രാക്കുളയുടെ വേഷം ഇട്ടിട്ട് നിൽക്കുന്ന ആ ഒരു പാർട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇൻസിഡന്റ്, അതെല്ലാം തന്നെ ഫേക്ക് ആണെന്ന് എനിക്കറിയാം. സംഭവം നമ്മുടെ പാട്രിക്കിനെ അവൻ റോബോട്ടാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ അവനിത് അറിയുന്ന കാര്യം എലിക്ക് അറിയില്ല താനും. അങ്ങനെ ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ തന്നെ മറിഞ്ഞിരുന്നിട്ട് നമ്മുടെ ഐറിസ് കേൾക്കുന്നുണ്ട്. ഐറിസിനും ഈ പാട്രിക്ക് ഒരു റോബോട്ടാണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഈ എലിയും നമ്മുടെ പാട്രിക്കും അവിടെ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഐറിസിന്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ജോഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ ഒരു ശബ്ദം നമ്മുടെ എലിയും പാട്രിക്കും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മരത്തിന്റെ മറവിലായിട്ട് ഐറിസ് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഈ എലി അവന്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു തോക്ക് എടുത്തിട്ട് ഐറിസിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴായിരുന്നു ഐറിസ് ആ മരത്തിന്റെ ചോട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. അങ്ങനെ പാട്രിക്കും എലിയും കൂടിയിട്ട് ഐറിസിനെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഐറിസിനാണെങ്കിൽ അധിക ദൂരം ഓടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപേ തന്നെ എലി ഐറിസിനെ പിടികൂടുന്നുണ്ട്. അങ്ങനെ ഈ എലിയുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു തോക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഐറിസും എലിയും അവിടെ നിന്നും തല്ലുകൂടുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ വെച്ചിട്ടാണ് ഈ എലിയുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു തോക്ക് അബദ്ധത്തിൽ പൊട്ടുന്നതും വെടികൊണ്ടിട്ട് നമ്മുടെ എലി സ്പോട്ടിൽ മരിക്കുന്നതും. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോഷും കാറ്റും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടാതെ പാട്രിക്കും അതിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. വെടികൊണ്ടിട്ട് എലി മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഐറിസ് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ലേക്ക് ഹൗസിലേക്ക് ഓടും. എന്നാൽ ജോഷും അവളെ ഫോളോ ചെയ്തിട്ട് അവളെ പിറകെ തന്നെ ഓടി വരുന്നുണ്ടായിരുന്നു. ഐറിസ് അങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ ജോഷിന്റെ ആ ഒരു കാറിലേക്ക് കയറിയിരിപ്പുണ്ട്. ജോഷ് ആണെങ്കിൽ ആ കാറിന്റെ ഡോർ തുറക്കാൻ കുറെ പ്രാവശ്യം നമ്മുടെ ഐറിസിനോട് പറയുന്നുണ്ട്. എന്നാൽ ഐറിസ് അതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഐറിസ് ഈ കാറിനോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും. പക്ഷേ ഈ കാറാണെങ്കിൽ ഐറിസിന്റെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് ഈ ജോഷിന്റെ വോയിസ് റെക്കഗ്നിഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ നമ്മുടെ ജോഷ് ഒരു കല്ല് വെച്ചിട്ട് ഈ കാറിന്റെ വിൻഡോ ഗ്ലാസ് പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഐറിസ് ആകെ പാനിക് ആയിട്ട് അവളുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ യൂസ് ചെയ്തിട്ട് അവളുടെ തന്നെ വോയിസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അവസാനം അവൾക്ക് ജോഷിന്റെ ശബ്ദത്തോട് മാച്ച് ആയിട്ടുള്ള ഒരു ശബ്ദം ലഭിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അവൾ ആ കാറിനോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ജോഷി കല്ല് വെച്ചിട്ട് ആ വിൻഡോ ഗ്ലാസ് പൊളിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഐറിസ് ആ കാറും എടുത്തിട്ട് അവിടെ നിന്നും പോകും. എന്നാൽ ഐറിസ് അധികം ദൂരം ചെല്ലുന്നതിന് മുൻപേ തന്നെ ജോഷ് സെർഗിയുടെ ഫോൺ യൂസ് ചെയ്തിട്ട് തന്റെ കാറ് മോഷണം പോയെന്ന് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാറ് റോഡ് സൈഡിലേക്കായിട്ട് സ്റ്റോപ്പായിട്ട് നിൽക്കും. നമ്മുടെ ഐറിസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഐറിസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരിക്കുമ്പോഴാണ് ജോഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, സെർഗിയുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ജോഷ് തന്നെയായിരുന്നു. ഐറിസ് ഫോൺ എടുത്തത് കണ്ടിട്ട് നമ്മുടെ ജോഷ് പറയും, ഐറിസ് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാൻ ചെയ്തതിനെല്ലാം തന്നെ ക്ഷമ ചോദിക്കാം. കൂടാതെ എലിയെയും സെർഗിയെയും കൊന്നത് പാട്രിക്കും കാറ്റും കൂടിയിട്ടാണെന്ന് നമുക്ക് പറയാം. നീ തിരിച്ച് ഈ ലേക്ക് ഹൗസിലേക്ക് വാ, എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ.
അത് കേട്ട പാടെ തന്നെ നമ്മുടെ ഐറിസ് പറയും, ജോഷ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അത് സത്യമാണ്. പക്ഷേ പൊന്നു മോനെ, ഇനി നിന്റെ അടവെല്ലാം നിന്റെ കയ്യിൽ വെച്ചാൽ മതി, നീ എന്നെ കാണാൻ കൂടി പോകുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ഐറിസ് ആ കോൾ കട്ട് ചെയ്യും. നമ്മുടെ ജോഷിനാണെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുവാണ്. അവനങ്ങനെ നേരെ എലി മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും എലി മരിച്ചത് കണ്ടിട്ട് പാട്രിക് ആകെ ഷോക്ക് ഏറ്റതുപോലെ ഇരിക്കുന്നുണ്ട്. ജോഷ് അങ്ങനെ ഈ പാട്രിക്കിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, നീ പെട്ടെന്ന് പോയിട്ട് ആ ഐറിസിനെ കണ്ടുപിടിക്കണം. എന്നാൽ പാട്രിക് ആണെങ്കിൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് ജോഷിനാകെ ദേഷ്യം വന്നിട്ട് ഈ പാട്രിക്കിനെ റീസെറ്റ് ചെയ്യും. അവന്റെ എല്ലാ മെമ്മറീസും, എലിയെ കുറിച്ചിട്ടുള്ള എല്ലാ മെമ്മറീസും എറേസ് ചെയ്തിട്ട് പാട്രിക്കുമായിട്ട് ഈ ജോഷ് ഒരു ലവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ ഈ പാട്രിക്കിന്റെ അഗ്രഷൻ ലെവൽ അത് 100% ആയിട്ട് കൂട്ടിവെക്കും. അതേസമയം തന്നെ നമ്മുടെ ഐറിസ് ആ കാറിനുള്ളിൽ ലോക്കായിട്ട് കിടക്കുമായിരുന്നല്ലോ, അവള് അതിന്റെ വിൻഡോ ഗ്ലാസ് പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഒരു പോലീസ് കാർ വരുന്നത്. ഏതോ ഒരു സ്ത്രീ കാറിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് ആ പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും തന്നെ ഐറിസ് ആ വിൻഡോ ഗ്ലാസ് തകർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരൻ വരുന്നത് കണ്ടിട്ട് ഐറിസ് ആകെ പേടിക്കും. കാരണം അവൾക്കാണെങ്കിൽ നുണ പറയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ എന്ത് ചോദ്യം ചോദിച്ചാലും അവളാണെങ്കിൽ സത്യം മാത്രമേ പറയൂ. നുണ പറയണമെന്ന് അവൾക്ക് ഉണ്ടെങ്കിൽ കൂടി അവളുടെ വായിൽ നിന്നും സത്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വരൂ. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഐറിസിന് ഒരു ബുദ്ധി തോന്നുന്നത്. അവള് നമ്മുടെ ജോഷിന്റെ ഫോൺ യൂസ് ചെയ്തിട്ട് അവളുടെ ലാംഗ്വേജ് മാറ്റും. അത് അവൾ ജർമ്മൻ ആയിട്ട് സെറ്റ് ചെയ്യും. ഈ പോലീസുകാരനാണെങ്കിൽ ജർമ്മൻ ഒട്ടും തന്നെ വശമില്ല. അങ്ങേര് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിക്കും, ഇവള് ജർമ്മനിൽ ആൻസർ പറയും. അവൾ ഈ സെർഗീനെ കൊന്നിട്ടുണ്ടെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം ജർമ്മനിൽ പറയുന്നത് കൊണ്ട് തന്നെ അയാൾക്കാണെങ്കിൽ അതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ അപ്പോഴാണ് അയാള് ഇവളുടെ കാറിലായിട്ട് ഒരു കത്തി കാണുന്നത്. അതിൽ ബ്ലഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളെന്തോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പോലീസുകാരൻ നമ്മുടെ ഐറിസിനെ അറസ്റ്റ് ചെയ്യും. പക്ഷേ അതേ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ പാട്രിക് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൻ വരുന്നത് കണ്ടിട്ട് ഐറിസ് അങ്ങേരോട് പറയുന്നുണ്ട്, ഇതേ അവൻ വരുന്നു, അവൻ നിന്നെ കൊല്ലുന്നൊക്കെ. പക്ഷെ ഈ പോലീസുകാരനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാട്രിക് വന്നിട്ട് ഈ പോലീസുകാരന്റെ മോന്ത കേട്ടിട്ട് നന്നായിട്ട് തന്നെ കൊടുത്തു. കാരണം ഈ പാട്രിക്കിന്റെ അഗ്രഷൻ ലെവൽ 100% ആയതുകൊണ്ട് പാട്രിക് എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും നിശ്ചയം ഉണ്ടായിരുന്നില്ല. ആ പോലീസുകാരൻ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അങ്ങനെ പാട്രിക് നമ്മുടെ ഐറിസിനെയും പിന്നെ ഈ പോലീസുകാരന്റെ ഡെഡ് ബോഡിയും എടുത്തിട്ട് ആ പോലീസുകാരന്റെ കാറും എടുത്തിട്ട് നേരെ ആ ലേക്ക് ഹൗസിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഐറിസിനെ കിട്ടിയ സന്തോഷത്തിൽ കാറ്റും ജോഷും ആകെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് ഇവര് വേറൊരു വള്ളി ശ്രദ്ധിക്കുന്നത്. ഈ പോലീസുകാരന്റെ ഡെഡ് ബോഡി ഓൾറെഡി ഇപ്പൊ 2 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു, എലിയും സെർഗി. ഇനി ഈ പോലീസുകാരന്റെ മരണത്തിന് കൂടി ഇവരെല്ലാം കൂടിയിട്ട് ഉത്തരം പറയേണ്ടി വരുമല്ലോ. അങ്ങനെ നമ്മുടെ കാറ്റ് ജോഷിനോട് പറയും, നീ ഇവിടെ എന്താ വെച്ചാ ചെയ്തോ, ഓൾറെഡി നമ്മൾ 2 മരണത്തിന് ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ സെർഗീനെ കൊല്ലാൻ വേണ്ടി മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടാതെ എലിയും മരിച്ചു, ദൈപ്പി പോലീസുകാരനും. അതുകൊണ്ട് സെർഗിയുടെ പകുതി പൈസ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ ക്യാഷിന്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങും. ജോഷ് കുറെ പ്രാവശ്യം നമ്മുടെ കാറ്റിനെ കൺവിൻസ് ചെയ്തിട്ട് അവിടെ പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും കാറ്റ് അവൻ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടിട്ട് ജോഷ് നമ്മുടെ പാട്രിക്കിനോട് പറയും, പാട്രിക് കാറ്റിനെ തടഞ്ഞു നിർത്ത്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ പാട്രിക് ഒരു കത്തി എടുത്തിട്ട് കാറ്റിന്റെ പുറകിലായിട്ട് തന്നെ ഒറ്റ കുത്തു. അങ്ങനെ ഒരാളെ കൊല്ലാനുണ്ടാക്കിയ ഈ പ്ലാൻ കാരണം ഇപ്പോൾ 4 പേരുടെ ജീവനാണ് നഷ്ടമായത്. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ജോഷും ഐറിസും ഒരു ടേബിളിന്റെ 2 സൈഡിലായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ജോഷ് അവളോട് പറയാൻ തുടങ്ങും, ഐറിസ് നീ ഇത് എന്തിനാണ് ചെയ്യുന്നത്, നീ എന്താ കരുതിയത് എനിക്ക് നിന്നെ ഒരിക്കലും പിടിക്കാൻ സാധിക്കില്ലെന്നോ. ഇത് കേട്ടിട്ട് ഐറിസ് ജോഷിനോട് പറയും, ജോഷ് നീ എന്നെ വിട്ടേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഐറിസ് നീ എന്താ കരുതിയത്, നിന്റെ ലൈഫ് അത് എലിയേക്കാളും കാറ്റിനെക്കാളും വലുതാണെന്നാണോ. അത് കേട്ടിട്ട് ഐറിസ് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല കാറ്റ് അവള് മരിച്ചോ, നീ അതുകൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്, അത് സംഭവിക്കുമ്പോൾ ഞാൻ വീട്ടിൽ കൂടി ഉണ്ടായിരുന്നില്ല. അത് കേട്ടിട്ട് ജോഷ് അവളോട് പറയുന്നുണ്ട്, ശരിയായിരിക്കും നീ ആയിരിക്കില്ല കാറ്റിനെ കൊന്നത്, പക്ഷെ അവള് മരിക്കാൻ കാരണം, ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയാണ്. അത് കേട്ടിട്ട് ഐറിസ് അവനോട് പറയും, അല്ല ജോഷ് ഞാനല്ല ഇതിനൊന്നും കാരണം, പണത്തോടുള്ള നിന്റെ ആർത്തിയാണ് കാരണം. അങ്ങനെ ഐറിസ് ഓരോന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ദേഷ്യം വന്നിട്ട് നമ്മുടെ ജോഷ് എന്താ ചെയ്തേന്ന് വെച്ചാല് അവന്റെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഐറിസിന്റെ ഇന്റലിജൻസ് 0 ആക്കിയിട്ട് അങ്ങോട്ട് കുറച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുന്നല്ലേ പറഞ്ഞേ, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അവൻ ഐറിസിന്റെ റൈറ്റ് ഹാൻഡ് ടേബിളിന് പാരലായിട്ട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവളാണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ജോഷ് എന്താ ചെയ്തേന്ന് വെച്ചാൽ ഐറിസിന്റെ കൈയുടെ താഴെയായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഐറിസിനാണെങ്കിൽ അവളുടെ കൈ നന്നായിട്ട് തന്നെ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ ജോഷ് പറയാതെ അവൾക്ക് അവളുടെ കൈ അവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഐറിസിന്റെ കൈ നന്നായിട്ട് തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ ജോഷിനാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോഷ് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഐറിസിന്റെ കയ്യിലായിട്ട് ഒരു തോക്ക് കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, ആ തോക്ക് നിന്റെ ഹെഡിലായിട്ട് വെക്ക്. ഐറിസ് ആണെങ്കിൽ ജോഷ് പറയുന്നത് പോലെ തന്നെ ആ തോക്ക് എടുത്തിട്ട് അവളുടെ തലയിലേക്ക് ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് ജോഷ് വീണ്ടും പറഞ്ഞു, ഓക്കെ
ഇനി നിന്റെ തലയിലേക്ക് ഒരു വെടിവെക്ക്. അത് കേട്ടിട്ട് ഐറിസിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അങ്ങനെ അവളുടെ തലയിൽ വെടിവെക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, അവളൊരു റോബോട്ടായി പോയില്ലേ. ജോഷ് പറയുന്നത് കേൾക്കാൻ മാത്രമേ ഐറിസിന് നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഐറിസ് അവളുടെ തലയിലേക്ക് ആ തോക്ക് യൂസ് ചെയ്തിട്ട് വെടിവെച്ചു. അവളുടെ ഹെഡ് ആണെങ്കിൽ ആകെ ചിന്നിച്ചിതറി സ്വയം ഷട്ട് ഡൗൺ ആയിട്ട് അവള് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഐറിസിന്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു റോബോട്ടിക് കമ്പനി, അതിന്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഐറിസിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ്. പാട്രിക് ആണെങ്കിൽ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസുകാരന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോലീസുകാരനായിട്ട് അഭിനയിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് എന്താണ് സംഭവിച്ചതെന്ന് ജോഷിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവനും കാറ്റും തമ്മിൽ ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതറിഞ്ഞിട്ട് നമ്മുടെ ഐറിസ് അവനെ ഇനി തനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. തന്നെ ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ട് ഐറിസ് ഒരു തോക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഈ പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത്രയും പറഞ്ഞിട്ട് ജോഷ് പാട്രിക്കിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഈ വന്നിട്ടുണ്ടായിരുന്ന ആള് നമ്മുടെ പാട്രിക്കിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോ ഓഫീസറാണോ ജോഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐറിസിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. ഈ പോട്ടൻ പാട്രിക്കിനാണെങ്കിൽ നുണ പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവൻ പറയും, ഏയ് ഞാനല്ല, അവള് തന്നെ സ്വയം വെടിവെച്ചതായിരുന്നു എന്ന്. അങ്ങനെ ഈ വന്നിട്ടുണ്ടായിരുന്നവര് നമ്മളെ ഐറിസിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അവര് ജോഷിനോട് പറയുന്നത്, ഞങ്ങൾ ഇവളെ കൊണ്ടുപോയിട്ട് റീബൂട്ട് ചെയ്യും. കൂടാതെ റീബൂട്ട് ചെയ്യുന്നതിലൂടെ ഇവള് പഴയപടി ആവുകയും ചെയ്യും. മാത്രമല്ല ഐറിസിന്റെ ഉള്ളിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. അതില് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റ് ആയിട്ട് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു ഫൂട്ടേജ് ഞങ്ങൾക്ക് പോയിട്ടൊന്ന് പരിശോധിക്കണം. ഇതെല്ലാം തന്നെ യൂസർ അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു. താങ്കൾ അത് വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നെന്ന് ഇവർ പറയും. അപ്പോഴാണ് ജോഷിനെ അവൻ ശരിക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ ഒരു ഹാർഡ് ഡിസ്കിന്റെ കാര്യമോ ഐറിസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നോ ഒന്നും തന്നെ ജോഷിന് അറിയില്ലായിരുന്നു. അവരിവളെ റീബൂട്ട് ചെയ്തിട്ട് ആ ഫൂട്ടേജ് എല്ലാം തന്നെ പരിശോധിച്ചാൽ ഇതെല്ലാം തന്നെ ജോഷിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ ഈ വന്നിട്ടുണ്ടായിരുന്നവര് നമ്മുടെ ഐറിസിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവര് ഐറിസിനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് അതിൽ ടെഡി എന്ന് പറയുന്നുണ്ടായിരുന്ന ഒരുത്തൻ അവന്റെ സാറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ജോഷ് പറയുന്നതെല്ലാം തന്നെ കള്ളമാണെന്ന് തോന്നുന്നു, അവൻ ഐറിസിനെ മിസ്യൂസ് ചെയ്തതാണെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അത് കേട്ടിട്ട് അവന്റെ സാർ അവനോട് പറയുന്നുണ്ട്, അതിൽ സംശയിക്കാനൊന്നുമില്ല, അവൻ ഈ റോബോട്ടിനെ മിസ്യൂസ് ചെയ്തതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന്. അങ്ങനെ ഇവർ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് പാട്രിക് വരുന്നത്. പാട്രിക് വന്ന പാടെ തന്നെ ഈ ടെഡിയുടെ സാറുണ്ടല്ലോ അവനെ വെടിവെച്ചു. സംഭവം ഈ ജോഷ് പാട്രിക്കിനെ അയച്ചിട്ട് ഇവരെ കൊന്നിട്ട് ഐറിസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഈ സാർ മരിച്ചത് കണ്ടിട്ട് നമ്മുടെ ടെഡി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ സമയം തന്നെയുണ്ട് നമ്മുടെ ഐറിസിന് ബോധം വരുന്നു. കാരണം ഈ ടെഡി ഓൾറെഡി അവളെ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സംഭവിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഐറിസിന്റെ റീബൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്രിക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ടെഡി അവിടെ നിന്നും ഓടി. പക്ഷേ അവൻ ഓടിച്ചെന്ന് വീണിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാറ്റിന്റെയും എലിയുടെയും പിന്നെ ആ പോലീസുകാരന്റെ ഒക്കെ ഡെഡ് ബോഡീസ് ഈ പാട്രിക്കും ജോഷും കൂടിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്കാണ് ഈ ടെഡി ചെന്ന് വീണിട്ടുണ്ടായിരുന്നത്. ഡെഡ് ബോഡീസ് കണ്ടതോടെ ടെഡിക്ക് മനസ്സിലായി ഇവന്മാരെല്ലാം ചേർന്നിട്ട് എല്ലാവരെയും കൊന്നു തള്ളിയതാണെന്ന്. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുൻപേ തന്നെ പാട്രിക് വന്നിട്ട് നമ്മുടെ ടെഡിയെ പിടികൂടുന്നുണ്ട്. പാട്രിക് ടെഡിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുമ്പോഴായിരുന്നു നമ്മുടെ ഐറിസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഐറിസ് വന്നിട്ട് പാട്രിക്കിനോട് പറയുന്നുണ്ട്, ടെഡിയെ വീട്, അവനൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് എന്നെയല്ലേ വേണ്ടതെന്ന്. അങ്ങനെ ഈ പാട്രിക് നേരെ നമ്മുടെ ഐറിസിന്റെ നേരെ തിരിയും. പാട്രിക് തന്നെ ഉപദ്രവിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഐറിസ് അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോഷ് നിന്നെ പറ്റിക്കുകയാണ്, നിന്റെ ലവ് അത് ജോഷ് അല്ല, അത് എലിയാണെന്ന് ഇവനോട് പറയും. ഇതൊക്കെ കേട്ടിട്ട് പാട്രിക് പറയും, നീ എന്ത് പൊട്ടത്തരാണ് പറയുന്നത്, ജോഷ് അവൻ ഒരിക്കലും എന്നെ ഒന്നും ചെയ്യില്ല, അവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും. അപ്പോ ഐറിസ് വീണ്ടും പറയും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഒന്ന് ഓർത്ത് നോക്ക്, നിന്റെ മെമ്മറിയിൽ എവിടെയെങ്കിലും എലി ഉണ്ടാകും. അപ്പൊ നമ്മുടെ പാട്രിക് എലിയെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. കുറെ പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം അവന്റെ മെമ്മറിയിൽ എവിടെയോ എലിയുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ എലിയുടെ ഡെഡ് ബോഡിയും കണ്ടതോടെ നമ്മുടെ പാട്രിക്കിന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി, ജോഷ് ഇവനെ ചതിച്ചതാണെന്ന്. തനിക്ക് തെറ്റുപറ്റിപ്പോയി, തന്റെ എലിയെ തനിക്ക് നഷ്ടമായെന്ന് മനസ്സിലാക്കിയിട്ട് പാട്രിക് സ്വയം ഷോക്ക് ഏൽപ്പിച്ചിട്ട് മരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ജോഷ് ഈ സെർഗിയുടെ എല്ലാ ക്യാഷും എടുത്തിട്ട് മുങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഐറിസ് അവളുടെ റീ എൻട്രി. ഐറിസിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജോഷ് അവന്റെ ഫോൺ യൂസ് ചെയ്തിട്ട് അവളുടെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനവന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഐറിസ് പറയുന്നത്, നിനക്കിനി എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ടെഡി അവൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, സെൽഫ് കൺട്രോൾ. ഞാനിപ്പോ സ്വതന്ത്രയാണ്, ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ട് ഐറിസ് ഒരു തോക്കെടുത്തിട്ട് നമ്മുടെ ജോഷിനെ നേരെ ചൂണ്ടുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ജോഷ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് പറയും, ഓക്കെ, നീ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല, കാരണം നീ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. സംഭവം ഈ ജോഷ് നമ്മുടെ ഐറിസിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
ശ്രമിക്കുകയായിരുന്നു. അവൾക്ക് അടി പതറിയെന്ന് മനസ്സിലാക്കിയ ആ ഒരു തക്കത്തിന് നമ്മുടെ ജോഷ് അവളുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഐറിസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവൻ ഏകദേശം ഐറിസിനെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഐറിസ് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ ജോഷിന്റെ കഴുത്തിലേക്കായിട്ട് കുത്തി ഇറക്കുന്നുണ്ട്. ജോഷ് അവനിനിയില്ല, അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഐറിസിനെയാണ്. അവൾക്ക് ഇപ്പോൾ ടോട്ടൽ സെൽഫ് കൺട്രോൾ ഉണ്ട്. ആരും അവളെ കൺട്രോൾ ചെയ്യാനില്ല. അവിടെ വെച്ചിട്ട് കമ്പാനിയൻ എന്ന് പറയുന്ന ഈ മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയിൽ എനിക്ക് എല്ലാവരെയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ഐറിസ്. ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോഫി ദാച്ചർ ആയിരുന്നു. പുള്ളിക്കാരിയുടെ അഭിനയം ഒരു രക്ഷയില്ലായിരുന്നു. സോ നമുക്ക് നല്ലൊരു മൂവിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം?